ഉമ്മ തന്നെ ട്രിപ്പിന് വിടാത്ത? എന്റെ ക്ലാസ്സിൽ എല്ലാവരും വരുന്നുണ്ട്, എന്നെ മാത്രമേ വിടാത്തുള്ളൂ. ടീച്ചർ എന്നോട് ചോദിച്ചിട്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട്, എന്നെ മാത്രം എന്താ വിടാത്ത? എന്നെയും വിടണം. ഞാൻ എന്നെ ട്രിപ്പിന് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പുറത്തെ വീട്ടിൽ വിടുന്നുണ്ടെന്ന് വിചാരിച്ച് ഞാൻ വിടണമെന്ന് വലിയൊരു നിയമമുണ്ടോ? അങ്ങനെ വെച്ചാൽ ഞാൻ ട്രിപ്പിനും പോകുന്നില്ല, ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുക. അപ്പോ എന്നോട് ഞാൻ ട്രിപ്പിന് പോകാനാ പറഞ്ഞേ, ട്രിപ്പിന് പോകണ്ടതല്ലേ പറഞ്ഞേ. നീ ട്രിപ്പിന് പോയിട്ടില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. നീ പോകുന്നല്ലേ പറഞ്ഞ, വേഗം പോയിക്കോ. ഒരു ബസ് വരുന്നുണ്ട്, കുറച്ചു നേരം കൂടിയാണ്. ബാഗ് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് പോയിക്കോ, കുറച്ച് സമാധാനം കിട്ടുമല്ലോ. ഞാൻ ബാഗ് വെക്കട്ടെ, എന്നിട്ട് എപ്പം തന്നെ പോകും, ഇവിടെ നിൽക്കുന്നില്ലേ, കുറച്ച് സമാധാനം വേണമല്ലോ. ബാഗിൽ പെന്തല്ല പേക്കില്ല. ഇത് വേക്കയാണല്ലോ. കൂട്ടാനായിട്ടില്ല, വേറെ എന്തെല്ലോ വെക്കാനില്ല. എന്റെ പുസ്തകം വെക്കണം, എനിക്ക് ഞാൻ പോകുന്ന വായിക്കാണ്. സ്ലൈം വെക്കാം. സ്ലൈമിന്റെ കളറെല്ലാം മാറിയിട്ടല്ലോ. ഡ്രസ്സ് വാങ്ങണ്ടേ? എടുക്കണ്ടേ? ഡ്രസ്സ് എടുക്കണ്ട, നമുക്ക് പോകുന്ന വഴിയിൽ വാങ്ങാം. പിന്നെ എന്റെ ടെഡി കുട്ടനില്ലേ, ഞാൻ എടുക്കാൻ മറന്നു വയ്ക്കണ്ട, എനിക്കിന്നെ മിസ് ചെയ്യും. പിന്നെ ഞാൻ അങ്ങോട്ട് വീണ്ടും വരേണ്ട വരൂലേ, ഞാൻ കേറ് അങ്ങോട്ട്. ഇത് മതി, ബാക്കി നമുക്ക് പോകുന്ന സ്ഥലത്ത് നോക്കാം. ശരി, എന്നാ ഞാൻ പോവുക കേട്ടോ, എന്നെ അങ്ങോട്ട് വരികയേ ഇല്ല. അല്ലേ പോണേ, പോവാനെ തിരിച്ച് വിളിച്ചിട്ടില്ലെങ്കിലോ ഒന്നല്ലേ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ വേഗം എന്ത് വെയിറ്റ് ചെയ്യുന്നു. ഇത് കലം കൊണ്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആടെ ഞാൻ തല കയറും. ഇതെല്ലാം എത്ര കാലായി തുറന്നിട്ട്, ഇതെല്ലാം എത്ര ആക്ടിവിറ്റീസാ. ഈ അക്ഷരങ്ങളൊന്നും വായിക്കാൻ പറ്റുന്നില്ലല്ലോ. കണ്ണടുണ്ടെങ്കിലാ വായിക്കാൻ കഴിയും. അല്ല, മിന്നു പോയിക്കുണ്ടാവോ? അവളങ്ങനെ പോവില്ലല്ലോ, എൻ്റെ കൂടി പറയുമല്ലോ. നമുക്കില്ല ആക്ടിവിറ്റി എല്ലാം ചെയ്യാം. എല്ലാം ഓള് ചെയ്ത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ഫുഡ് ആയിക്കല്ലോ, അവളെ ഫുഡ് തിന്നാൻ പറ്റാം. മിന്നു, ഫുഡ് ആക്കി കഴിക്കാൻ വാ. ഫുഡായോ? ഫുഡായില്ലേ? ഫുഡ് കഴിക്കണം. വേണ്ട, എന്നെ ടൂറിന് വിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. എനിക്ക് ഫുഡ് വേണ്ട കേട്ടോ. എന്റെ യാത്രയിൽ ആദ്യത്തെ മാന്ത്രിക വിദ്യ ആണ് എന്ത്? ഫുഡായി. എനിക്ക് വേണ്ട. എന്താ, എനിക്ക് ഇഷ്ടപ്പെട്ട കറിയാട്ടോ, ചിക്കൻ കറി. കുറച്ചാണേ ഉണ്ടാക്കിക്കുള്ളൂ, വേഗം വന്ന് തിന്നോ. അല്ലെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ രാത്രിയൊക്കൊന്നും ഇല്ല. അത് വേണമെങ്കിൽ വന്ന് തിന്നോ. എന്ത് ചിക്കൻ കറിയാ? അല്ലെങ്കിൽ ഞാൻ തിന്നാം. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അപ്പം ചിക്കൻ കറി വെക്കണം. ചിക്കൻ കറിയല്ലേ, തിന്നണോ? വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് ഇവിടുത്തെ ഒരു ഫുഡും വേണ്ട. ബാക്കി വർക്ക് ചെയ്യട്ടെ. വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഓളോ കാര്യം ഞാൻ നോക്കുന്നു, ഞാൻ അത് വായിക്കട്ടെ. Hey Hanun, it's raining here non-stop. Somehow I love the smell of rain. I just made paper boats. Oh nice. I made one for my little brother Hayan. Oh, Hayan must be so happy. Yes, he keeps shooting my bird's wings. Haha, so cute. Don't send it to our class group. അങ്ങനെ വായിച്ചു കഴിഞ്ഞു. ഇത് വൈകുന്നേരമായല്ലോ, എൻ്റെ സ്നാക്സ് ഉണ്ടാക്കാം. അത് പറഞ്ഞാൽ ഓർമ്മ വന്നേ. ഞാൻ ഇന്നലെ വാങ്ങിയ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഇതില്. ഓളോട് ചോദിച്ചു നോക്കാം. എന്തായാലും വേണ്ടെന്നാ പറയാ, എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാം. മിന്നു, എനിക്ക് ബിസ്ക്കറ്റ് വേണോ? നീ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, രാവിലെ ഉച്ചക്കൊന്ന് ബിസ്ക്കറ്റ് എങ്കിലും ഒന്ന് വന്ന് തിന്ന്.
ചില കുറിമല പുതുക്കമില്ല ചീരില്ലണി പതയും സ്വല നിസറിലിറങ്ങി കനകം കട്ടി. എനിക്ക് വേണ്ട ബിസ്ക്കറ്റ്. ഞാൻ വേണ്ട വേണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട. എനിക്കൊരു വിശപ്പില്ല. സത്യം പറയാൻ എനിക്ക് വിശപ്പില്ല. പക്ഷെ ടൂറിന് പോയാലും പറ്റും. അതുകൊണ്ട് ഇപ്പം കഴിക്കണ്ട. ഇപ്പം വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. ചില കുറിമല പതക്കമില്ല പതയും സ്വല നിസറിലിറങ്ങി കനകക്കട്ടി കസവും തായിലക്കി കേൾക്കുത്തി. ഇതേതൊരു മെസ്സേജ് വന്നൊക്കെ. ഇതേതോ പുതിയ നമ്പർ ഒന്ന് ഇട്ട് നോക്കട്ടെ. വിളിക്കുന്നുണ്ടല്ലോ എന്നെടുത്ത് നോക്കാം. ഇത് മറ്റേ എൻ്റെ കൂടി 10ാം ക്ലാസ്സിൽ പഠിച്ച മറ്റേ സാറല്ലേ? നീ അങ്ങ് മാറിപ്പോയല്ലോ. എന്തല്ല വിശേഷോ? സുഖ? എനിക്കും സുഖം തന്നെ. എന്തല്ല നീ എന്തെന്നാ ചെയ്യുന്നേ? എന്താ ജോലി? ഓ നീ ഡോക്ടറല്ലേ? പിന്നെ എന്തല്ല? ഞാനിപ്പോ ഉറങ്ങാറില്ല. ഞാനൊരു 10 മണിയാവും. 11 മണിയായാ? 11 മണിയായാ? ഓക്കെ ഡി, ഞാൻ നാളെ വിളിക്കാം. 11 മണിയായി. ഓളുറങ്ങിയാ? ഓക്ക് ഫുഡൊന്നും വേണ്ടല്ലോ. ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഓക്ക് വേണ്ടാത്തോണ്ട് ഞാൻ കഴിക്കാം. ഇതൊന്നും മര്യാദക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. വടക്കാക്കി ഇത് നന്നാക്കാനൊരു 120 രൂപയെങ്കിലും വേണം. എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. ഇത് നാളെ തന്നെ കൊണ്ടാച്ച് നന്നാക്കണം. അല്ലെങ്കിൽ എനിക്കിപ്പോഴൊന്നും നന്നാക്കാൻ കഴിയില്ല. വല്ലാണ്ട് വിശക്കുന്നല്ലോ. വിശന്നിട്ട് നിൽക്കാൻ കഴിയില്ല. ഫുഡ് ഇടാൻ പറഞ്ഞാലോ? പറയാം. ഉമ്മ ഫുഡ് ഇടുവോ? വിശന്നിട്ട് നിൽക്കാൻ കഴിയില്ല. വേഗം ഫുഡ് ഇട്. എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട. ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി. ഇനി എൻ്റെ വിശപ്പും തീരൂല. വെള്ളം കുടിച്ച് വയറ് നിറക്കേണ്ടി വരും.